ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വീട് വെക്കാൻ പറ്റിയ സമയമാണോ എന്നതിനെ കുറിച്ചിട്ടാണ്. സമയം എന്ന് വെച്ചാൽ നമ്മൾ രാശിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയൊക്കെ നോക്കി വെക്കുന്ന സമയമല്ല. വീട് വെക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒക്കെയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് വിവേക്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021-22 കാലഘട്ടം മുതൽ കേരളത്തിൽ വീടുണ്ടാക്കുന്നവരുടെ എണ്ണത്തിൽ, അതായത് പുതുതായിട്ട് വീടുണ്ടാക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടത്തിലും 2022-23 അത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇനിയും നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2024 അതിലും അത് നമ്മൾ ആ നിരക്ക് ഉയർന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രതികൂല കാലാവസ്ഥകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ പുതുതായിട്ട് വീടുണ്ടാക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റിയ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയാണോ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കാലാവസ്ഥയുടെ കാര്യം എടുക്കാം. വീട് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതായത് ഒരു നവംബർ മുതൽ ഫെബ്രുവരി വരെ നല്ലൊരു കാലാവസ്ഥയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അധികമായിട്ട് മഴയും ലഭിക്കുന്നില്ല, അധികമായിട്ട് ചൂടും ലഭിക്കാതെ ഒരു തണുപ്പൊക്കെ നിറഞ്ഞ അന്തരീക്ഷമാണ്. ഇപ്പൊ കാലാവസ്ഥ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇടയ്ക്ക് നല്ല മഴയും ഒക്കെ വരാറുണ്ട്, നല്ല ചൂടൊക്കെ വരാറുണ്ട്. എന്നാലും നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫെബ്രുവരി വരെയുള്ള കാലാവസ്ഥ. ഇനി നമുക്ക് മെറ്റീരിയൽസിന്റെ പ്രൈസിനെ പറ്റി നോക്കാം. ഈ മെറ്റീരിയൽസിന്റെ വില നിലവാരമാണ് നമ്മുടെ ബഡ്ജറ്റ് കൂടാനും കുറയാനും ഒക്കെ കാരണമാകുന്ന, ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യം. അപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ 2021 മുതൽ 2023 ഏകദേശം ഒരു പകുതി വരെയും ഈ മെറ്റീരിയൽ പ്രൈസ് ഒക്കെ വളരെ ഹൈക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു, വളരെയധികം കൂടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഹൈക്ക് ചെയ്തൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. മെറ്റീരിയൽസിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അത് കമ്പിക്കായാലും സിമെന്റിനായാലും ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടി നിൽക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റെഡ് സ്റ്റോൺ എന്നൊക്കെ വിളിക്കുന്ന ഈ ചുവന്ന കല്ലൊക്കെ ആണ് കുറച്ചൊന്ന് കൂടി നിൽക്കുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽസിന്റെ പ്രൈസ് ഒക്കെ ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. വൻ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഒന്ന് കുറവ് വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ കൂടി നിൽക്കുമ്പോഴും നമ്മൾ പുതുതായി വീടുണ്ടാക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ പ്രൈസ് ഒക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്തും ഈ വീടുണ്ടാക്കുന്നവരുടെ എണ്ണം കൂടാൻ തന്നെയാണ് ഇനിയും ചാൻസ്. പിന്നെ നമ്മുടെ കേരളത്തിൽ 2 പ്രളയമൊക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നദികളിലൊക്കെ ആഴം കൂട്ടാൻ വേണ്ടി അവിടുത്തെ മണലൊക്കെ എടുത്തു മാറ്റുകയാണെങ്കിൽ മണലൊക്കെ ഒരുപാട് ലഭ്യമാവും നമ്മുടെ നിർമ്മാണ പ്രവർത്തികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എംസാന്റെ വില കുറയാനും ഈ മണലിന്റെ വില കുറയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ എപ്പോഴേക്ക് റെഡി ആവും എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. ഇനിയുള്ളതാണ് ലേബർ ചാർജ്, അതായത് പണിക്കൂലിയുടെ കാര്യം. പണിക്കൂലിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഓരോ വർഷം കൂടുന്തോറും അത് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് കുറയുന്നതായിട്ടുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. പക്ഷെ പണിക്കൂലി കൂടിയാലും ഇപ്പോൾ ഒരുപാട് ലേബേഴ്സിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും ഒരുപാട് ലേബേഴ്സിനെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലേബേഴ്സിനെ സെലക്ട് ചെയ്യാനും നമ്മുടെ പണി ഒന്ന് ഫാസ്റ്റ് ആക്കാനൊക്കെ പറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ളത് ജലത്തിന്റെ ലഭ്യതയാണ്. നമുക്കറിയാം വെള്ളം നമ്മുടെ നിർമ്മാണ സൈറ്റുകളിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കാനാണെങ്കിലും സിമെന്റ് മോട്ടാർ ഉണ്ടാക്കാനാണെങ്കിലും ഇനി ക്യൂറിംഗ് നടത്താൻ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിലും വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു മഴക്കാലം പിന്നിട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമുക്ക് വെള്ളമൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് കിട്ടാനുണ്ട്. ഇനി ഒരു മെയ് മാസത്തിന്റെ പകുതിയോട് കൂടിയിട്ട് ഒരു മെയ്, മാർച്ച്, ഏപ്രിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കഠിനമായ വേനൽക്കാലം വരും. അപ്പോഴൊക്കെയാണ് വെള്ളത്തിന്റെ ലഭ്യതയൊക്കെ ഒന്ന് കുറയുക. അപ്പം നിർമ്മാണം നടത്താനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നിർമ്മാണമൊക്കെ നടത്തുവാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടത്താൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഇതുകൊണ്ടും നിലനിൽക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വീടുണ്ടാക്കുവാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുവാനാണെങ്കിലും ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീടുണ്ടാക്കുവാൻ ഇപ്പോൾ നല്ല സമയമാണോ എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി ഞാൻ വിട്ടുപോയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.